വീഡിയോ നമ്പർ 10 നമ്മൾ കുറച്ചും കൂടി എക്സസൈസ് ചെയ്യുകയാണ്. ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സസൈസ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് മൈനസ് 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 6 ഈക്വൽ 0. ഇത് പ്ലസ് ആണ് കേട്ടോ. ഈ ഡിഫറൻഷിയേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? ഇതിന് നമ്മൾ സാധാരണ പോലെ തന്നെ ഇതിന് നമുക്ക് ഡി ക്യൂബ് എന്ന് വിളിക്കുക. ഇത് 4 ഇത് ഡി സ്ക്വയർ, ഇത് ഡി പ്ലസ് 6. എല്ലായിടത്തും നമ്മൾ വൈ പുറത്തെടുത്ത് അതിന്. ഇനി ഇവിടെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഡിക്ക് എം എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ ഇത്? എം ക്യൂബ് മൈനസ് 4m സ്ക്വയർ പ്ലസ് എം പ്ലസ് 6 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതൊരു ക്യൂബിക് ഇക്വേഷനാണ്, ക്യൂബിക് ഇക്വേഷൻ. ഓക്കെ, ഈ തേർഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മളെ ക്യൂബിക് ഇക്വേഷൻ. അതിൽ ആദ്യം നിങ്ങൾ നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ ലൈനിൻ്റെ മുകളിൽ ഫസ്റ്റ് മിഡിൽ നമ്പർ 0 അല്ലേ, 0 ഇവിടെ കൊടുത്തു നോക്ക്. 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എമ്മിന് 0 കൊടുക്കുക. പുട്ട് എം ഈക്വൽ ടു 0. 0 കൊടുത്താൽ 0 ആയി പോവും. 0 മൈനസ് 4 × 0 പ്ലസ് 0 പ്ലസ് 6. ഇപ്പോൾ 0 കിട്ടുന്നില്ല, 0 മൈനസ് 0 പ്ലസ് 0 6 വരുന്നത് ആൻസർ. അപ്പോൾ എം ഈക്വൽ ടു 0 ഒരു റൂട്ടല്ല. ഇനി അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ 1 കൊടുത്ത് നോക്കുക. 1 കൊടുത്താൽ വരും എന്ത് വരും? 1 ക്യൂബ് മൈനസ് 4 പ്ലസ് 1 പ്ലസ് 6. ഇത് 0 കിട്ടുന്നുണ്ടോ? 6 × 7 എന്ന് 8. 8 മൈനസ് 4 വരിക. 8 മൈനസ് 4 0 അല്ല. ദിസ് ഈസ് നോട്ട് ഈക്വൽ 0. അതായത് നമുക്ക് എന്താ പറയുക? 1 റൂട്ടല്ല. പിന്നെ 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക. -1 റൂട്ടാണ് നോക്കുക. -1 എമ്മിന് പകരം നെഗറ്റീവ് എം ഈസ് ഈക്വൽ -1 കൊടുക്കുക. -1 അപ്പോൾ എന്ത് വരും? -1 ക്യൂബ് -1 ക്യൂബ് മൈനസ് 4 × -1 സ്ക്വയർ പ്ലസ് -1 പ്ലസ് 6. ഇത് 0 ആണോ? -1 -4 -1 പ്ലസ് 6. ഇത് 0 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എം ഈക്വൽ ടു -1 എന്ന് പറയുന്ന സാധനം എന്താണ്? എം ഈക്വൽ ടു -1 ഇതിൻ്റെ റൂട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ് എം ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന സാധനം ആരുടെ റൂട്ടാണ്? എം ക്യൂബ് മൈനസ് 4m സ്ക്വയർ പ്ലസ് എം പ്ലസ് 6 ഈക്വൽ ടു 0ൻ്റെ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ എം ഈക്വൽ ടു -1 നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. എം ഈക്വൽ ടു -1 ഇവിടെ കൊടുത്തപ്പോൾ 0. അപ്പോൾ എം ഈക്വൽ ടു -1 അതിൻ്റെ റൂട്ടാണ്. എം ഈക്വൽ ടു ഈ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ടാണ് എം ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ -1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് 0 കിട്ടും. അപ്പോൾ എം ഈക്വൽ ടു -1 ഈസ് എ റൂട്ടായതുകൊണ്ട് ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എം പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊരു ഫാക്ടർ ആയിരിക്കും. ഈസ് എ ഫാക്ടർ. എം പ്ലസ് 1 ഈക്വൽ ടു -1 ഇപ്പുറം കൊണ്ട് എം പ്ലസ് 1 ഈക്വൽ 0 കിട്ടൂലേ? അപ്പോൾ അതൊരു ഫാക്ടർ ആയിരിക്കും. ഇപ്പോൾ എന്താ പറഞ്ഞാൽ 35 എന്ന് പറഞ്ഞ നമ്പർ അതിന് നമുക്ക് 7 × 5 മതിക്കൂടെ? അതിൻ്റെ ഫാക്ടേഴ്സാണ് 7ഉം 5ഉം 35ൻ്റെ. അപ്പോൾ നമുക്ക് 35 ഫാക്ടേഴ്സ് 7ഉം 5ഉം ആയതുകൊണ്ട് 35 നമുക്ക് 7 കൊണ്ട് ഹരിക്കാം, 35 നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. അതേപോലെ തന്നെ എം പ്ലസ് 1 ഈക്വൽ 0 ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് ഈ എം പ്ലസ് 1 ഇതിനെ ഹരിക്കാൻ പറ്റും, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കിക്കോളെ നിങ്ങൾ. എം ക്യൂബ് മൈനസ് 4m² പ്ലസ് എം പ്ലസ് 6 = 0 അല്ലേ. ഇതിനെ ഡിവൈഡ് ചെയ്യാം. m+1 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ എങ്ങനെയാണ്. ഇവിടെ എം ക്യൂബ് വരുത്തണം, അതിനിവിടെ m² ഇട്ട് കൊടുത്താൽ മതി. m² × m എന്താ m ക്യൂബ്. ഓക്കെ, ഇവിടെ സെയിം ആക്കി വെക്കുക. അതിനിവിടെ m² കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ m ക്യൂബ് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന സാധനത്തിൽ കൊണ്ട് ഫ്രീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. m² × 1 അത് ഇവിടെ എഴുതുക m². ഓക്കെ, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്താൽ ഇത് മൈനസ് എന്താണ് 0, ഇത് മൈനസ് എന്ത് വരും നമുക്ക് കിട്ടുക -4 -1, അപ്പോൾ -5m² വരും. -4 -1 m² എന്ന് പറഞ്ഞാൽ -5m². ഇനി ഇവിടെയുള്ള ഈ താഴെ എമ്മിനെ താത്തി എഴുതി. ഇനി ഇവിടെ -5m² വരുത്തണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു -5m ഇട്ട് കൊടുത്താൽ മതി. -5m × m എത്രയാണ് -5m². ഇനി പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. -5m × +1 എന്ന് പറഞ്ഞാൽ -5m. ഇത് സബ്ട്രാക്ട് ചെയ്താൽ ഇത് മൈനസ് ഇത് 0, ഇത് മൈനസ് ഇത് 6m. ഇനി ഈ 6നെ താത്തി ചെയ്ത് +6. ഇനി ഇവിടെ 6m വരുത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × m 6m, 6 × 1 6. അപ്പോൾ നമുക്ക് ഇത് മൈനസ് ഇത് 0, ഇത് മൈനസ് ഇത് 0. അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ m+1 കൊണ്ട് ഈ സാധനത്തിന് ഈ ക്യൂബിക് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി. എന്താണ് സാധനം? അത് m² - 5m + 6 = 0 എന്ന് പറയുന്ന സാധനം കിട്ടി. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫാക്ടർ കിട്ടിയിരിക്കുന്നത് m+1 ആണ്. ഇത് ഒരു ഫാക്ടറാണ്. m+1 ഈസ് എ ഫാക്ടർ. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഗുണിച്ചാൽ 6, മൾട്ടിപ്ലൈ ചെയ്താൽ 6, കൂട്ടിയാൽ -5. ഏതൊക്കെയാണ് നമ്പേഴ്സ്? m - 2, m - 3. നിങ്ങൾ -2 -3 മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. -2 -3 ആഡ് ചെയ്താൽ -5 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് m - 2 × m - 3 = 0 എന്ന് പറഞ്ഞാൽ m - 2 = 0 ഓർ m - 3 = 0. ഇത് രണ്ടും മൾട്ടിപ്ലൈ 0 ഇടുന്ന ഒന്നിൽ ഇത് 0 ആയിരിക്കും, അല്ല ഇത് 0 ആയിരിക്കും. അപ്പോൾ m = 2, m = 3. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് റൂട്ടായിട്ട് കിട്ടിയത്? ഒന്ന് 2, ഒന്ന് 3. നേരത്തെ ഒന്ന് കിട്ടിയിരിക്കുന്നത് m = -1 ഒരു റൂട്ടാണ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -1, 2, 3 ഇതൊക്കെയാണ് റൂട്ട്സുകൾ. അപ്പോൾ -1, 2, 3 എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക y = c1e⁻m1x + c2e⁻m2x + c3e⁻m3x. അപ്പോൾ ഇത് കൊടുത്താൽ മതി. m1, m2, m3ൻ്റെ വില c1e⁻−x + c2e⁻2x + c3e⁻3x. ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇത് നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ d³ - 1 × y = 0. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മൾ d = m കൊടുക്കുക. അപ്പോൾ കൊടുത്താൽ എന്ത് വരും? m³ - 1 = 0. m³ - 1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ m³ - 1³ = 0 എഴുതാം. ദാറ്റ് ഈസ് a³ - b³ എക്സ്പാൻഷൻ ടൈപ്പിൽ എത്തിച്ചതാണ്. a³ - b³ എന്ന് പറഞ്ഞാൽ എന്താ? a - b × a² + ab + b². അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? m³ - 1³ m - 1 × m² + m + 1 = 0. അപ്പോൾ ഒന്നുകിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. രണ്ട് ബ്രാക്കറ്റില്ലേ, രണ്ടിൽ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണുള്ളത്. m - 1 × m² + m + 1 = 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ m - 1 = 0. ഇത് 0 ആണെങ്കിൽ m² + m + 1 = 0. അപ്പോൾ ദാറ്റ് ഇവിടുന്ന് m = 1 കിട്ടും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നമ്മളെ ഫോർമുലയില്ലേ, m = -b ± √b² - 4ac/2a. അത് കൊടുത്താൽ നമുക്ക് കിട്ടും -1 ± √1 - 4 × 1 × 1 / 2 × a 3 1. That is equal to -1 ± √-3 divided by 2. That is equal to -1 ± √3i/2. That is equal to
നമുക്ക് എന്ത് കിട്ടുക? -1/2 പ്ലസ് ഓർ മൈനസ് √3/2i എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിലാണ് ഉള്ളത്? ഈ ഫോർമാറ്റ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ, ആൽഫ -1/2 ബീറ്റ √3/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? e⁻α(x) × c1 cos βx പ്ലസ് c2 sin βx. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതൊക്കെ റൂട്ട്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ഇതാണ്. ഏതാണത്? ഒരു കോംപ്ലക്സ് പെയർ. പിന്നെ വേറെ റൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, m=1 എന്ന് പറഞ്ഞൊരു റിയൽ റൂട്ട്. അപ്പോൾ ഒരു റിയൽ റൂട്ട് m=1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് പെയറിനെ നമ്മൾ ഇങ്ങനെ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് റിയൽ റൂട്ട് ആദ്യം എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് റിയൽ റൂട്ട് ആദ്യം എഴുതാം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. m=1 ആണ് ഒരു റൂട്ട്. വേറെ റൂട്ട് കിട്ടിയിരിക്കുന്നത് -1/2 പ്ലസ് ഓർ മൈനസ് √3/2i. ഇതൊരു റിയൽ റൂട്ടാണ്. ഇതൊരു കോംപ്ലക്സ് പെയർ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മൾ c1 e⁻m1x. ഇത് കോംപ്ലക്സ് പെയർ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് e⁻α(x) ഇവിടെ c1 ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഇനി c2 c3 വെച്ച് ചെയ്താൽ മതി. c2 × cos βx പ്ലസ് c2 × sin βx. അപ്പോൾ m1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ c1 e⁻x പ്ലസ് ആൽഫ ഇവിടെ e⁻1/2 × x പ്ലസ് c2 × cos β √3/2x പ്ലസ് c3 എന്ന് തന്നെ ഇത് c2 c3 sin √3/2x. ആൻസർ ഈസ് ഓവർ. ഇതാണ് അത് സോൾവ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ d⁻⁴. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. d⁻⁴ y/d dx⁴ പ്ലസ് 4y = 0. ഓക്കെ, d⁻⁴y/dx⁴ പ്ലസ് y = 0. അപ്പോൾ ഇതിനെ നമ്മൾ പറയുമ്പോൾ തന്നെ d⁻⁴ പ്ലസ് y ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, d⁻⁴ ഇതിപ്പോൾ d⁻⁴ പ്ലസ് 4 അല്ലുള്ളത്. നമുക്കിതിനെ ഒരു ചെറിയൊരു പരിപാടി ചെയ്യാം. നിങ്ങൾ ഇവിടെ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നടുവിലത്തെ ടേമായ 4d² വേണം. ഇതിപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. d+2² എന്നതാ ഇതിനെ, അല്ല സോറി, d² + 2² എന്നതാ. d² + 2² എക്സ്പാൻഷൻ ആയി. d² + 2². പിന്നെ a+b² എക്സ്പാൻഡ് ചെയ്താൽ d⁻², d⁻⁴ 2ab ഇത് വരും. പിന്നെ b² എന്നാണ് ഇത് വരും. ഇനി എന്താണ് നമ്മൾ ആഡ് ചെയ്തത്? -4d + 4d² ആഡ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട്. അതിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ സാധനം പെർഫെക്റ്റ് സ്ക്വയർ ആകുകയും ചെയ്യും. അത് സബ്ട്രാക്ട് ചെയ്ത സാധനം അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന d⁻⁴ + 4 ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ നടുവിൽ ഒരു 4d² ആഡ് ചെയ്ത് കൊടുത്ത് മിഡിലിൽ 4d² ആഡ് ചെയ്ത് അപ്പുറത്തൊരു 4d² സബ്ട്രാക്ട് ചെയ്ത്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇതിനെ d² + 2² എന്നതാ. അതിനെന്ത് ചെയ്താൽ ഇത് നമുക്ക് എഴുതാം. ഇത് നമുക്ക് d⁻⁴ പ്ലസ് 4d² പ്ലസ് 4 അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടേക്കുക. ഇങ്ങനെ എഴുതി, ഇങ്ങനെ ആക്കി. ഇനി ഇതിനെ നമുക്ക് d² + 2² ഇതിനെ a+b² ഇങ്ങനെ ഈ സാധനത്തിന് ഇങ്ങനെ എഴുതാം. പിന്നെ a+b² എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുക. ഈ സാധനത്തിന് താഴെ എഴുതുക. ഇനി നമുക്ക് എഴുതാം, ഇത് ഒരു x² - y² ഫോം അല്ലേ. ഇത് x എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഇതിന് ബ്രാക്കറ്റിനകത്തുള്ളത്. y എന്ന് പറഞ്ഞാൽ നമുക്ക് x എന്ന് പറഞ്ഞ സാധനം നോക്കിക്കോളെ, d² + 2² x എന്ന് പറഞ്ഞാൽ ഈ സാധനം.
വൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിനെങ്ങനെ ആയിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ 2D ആണേ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമില്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ എഴുതാം, എക്സ് മൈനസ് വൈ. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2D, പിന്നെ ഡി സ്ക്വയർ പ്ലസ് 2 മൈനസ് 2D. ഇത് എക്സ് പ്ലസ് വൈ, ഇത് എക്സ് മൈനസ് വൈ, ഇതാണ് എക്സ്. ഓക്കെ, അങ്ങനെ എത്തി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, സമം 0 ആണ്. ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇതിനൊന്ന് ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, ഈ സാധനത്തിന് തന്നെ വരുന്നത് ഡി സ്ക്വയർ പ്ലസ് 2D പ്ലസ് 2 ഈക്വൽ ടു 0. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, ഡി സ്ക്വയർ മൈനസ് 2D പ്ലസ് 2 ഈക്വൽ ടു 0. ഡി സ്ക്വയർ മൈനസ് 2D പ്ലസ് 2 ഈക്വൽ 0. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏത് ഇക്വേഷൻ വെച്ചിട്ട്? ആദ്യം രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഞാൻ ആദ്യം എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്താ? ഇക്വേഷൻ നമ്പർ 1 ഡി സ്ക്വയർ പ്ലസ് 2D പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പുട്ട് ഡി ഈക്വൽ ടു എം കൊടുത്താൽ മതി. ഡി ഈക്വൽ ടു എം കൊടുത്താൽ എം സ്ക്വയർ പ്ലസ് 2m പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എം ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 8 2 -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -4/2 എന്താ വെച്ചാൽ -2 പ്ലസ് ഓർ റൂട്ട് -4 എന്ന് പറഞ്ഞാൽ 2i ഡിവൈഡ്. പിന്നെ 2 കൊണ്ട് അപ്പുറം ഇപ്പുറം ഡിവൈഡ് -1 പ്ലസ് ഓർ മൈനസ് i വരും. ഇത് ഒരു കോംപ്ലക്സ് പെയർ കിട്ടി, ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വെച്ചിട്ട് സി ഇ റേസ് ടു ആൽഫ -1 ബീറ്റ 1 ആണ്. ഇ റേസ് ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഇത് എഴുതാനായിട്ടില്ല, മറ്റേ സാധനം റിപ്പീറ്റേഷൻ എന്തായാലും വരില്ല. ഇതെന്ത് വരും? ഇ റേസ് ടു ആൽഫക്ക് വരാം -1, C1 കോസ് ബീറ്റക്ക് വരാം 1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. ഇതാണ് ഒരു സാധനം, ഒരു ഭാഗം. ഇനി ഒരു പ്ലസും കൂടിയുണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനില്ലേ, ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എഴുതണ്ടേ? ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സോൾവ് ചെയ്ത് എഴുതണം. ഇക്വേഷൻ നമ്പർ 2 അതിൻ്റെ നമ്മൾ ഡിഫറൻഷിയേഷൻ ഡി സ്ക്വയർ മൈനസ് 2D പ്ലസ് 2 ഈക്വൽ 0 അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ എം കൊടുക്കുക, ഡിക്ക് എം കൊടുത്താൽ എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ്സ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 8 ഡിവൈഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് -4 തന്നെ വരിക ബൈ 2. അപ്പോൾ 2 പ്ലസ് ഓർ മൈനസ് 2i ബൈ 2. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് i എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 1. അപ്പോൾ ഇത് ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ ടൈപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മറ്റേ C1 C2 ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ, നേരത്തെ നമ്മൾ C1 C2 ഉപയോഗിച്ച് കഴിഞ്ഞ്. ഇനി അപ്പോൾ രണ്ടാമത്തെ സാധനം ആൽഫ 1 പ്ലസ് ഓർ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഇ റേസ് ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു C3 കോസ് ബീറ്റ എക്സ് പ്ലസ് C4 സൈൻ ബീറ്റ എക്സ് എന്ന് എഴുതണേ. കാരണം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഒരു കോംപ്ലക്സ് പെയർ ആയിട്ട് അവിടെ C1 C2 യൂസ് ചെയ്ത്. സെക്കൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ C3 C4 എഴുതുക. ഇവിടെ ആൽഫ 1 ആണ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു C3 കോസ് എക്സ് പ്ലസ് C4 സൈൻ എക്സ്. അപ്പോൾ നേരത്തെ എഴുതിയ സാധനം ഇപ്പോൾ എഴുതിയ സാധനം കൂടെ കൂട്ടി യോജിപ്പിച്ച് എഴുതുക. എന്താണ്? രണ്ട് റൂട്ടാണ് എഴുതിയത്. ഒന്ന് -1 പ്ലസ് ഓർ മൈനസ് i, മറ്റേത് 1 പ്ലസ് ഓർ മൈനസ് i. ഈ രണ്ട് റൂട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറും കമ്പൈൻ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇ റേസ് ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്.
പ്ലസ് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇ റേസ് ടു ആൽഫ ഓഫ് എക്സ് ഇൻറ്റു സി, ഇവിടെ C1 C2 എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത C3 കോസ് ബീറ്റ എക്സ് പ്ലസ് C4 സൈൻ ബീറ്റ എക്സ്. ഇനി ഈ ആൽഫ ഇവിടെ കൊടുക്കുക, ഇ റേസ് ടു ഇവിടെ ആൽഫ -1 കൊടുക്കുക, ഇവിടെ ബീറ്റക്ക് 1 കൊടുക്കുക, ഇവിടെ ആൽഫക്ക് 1 കൊടുക്കുക, ഇവിടെ ബീറ്റക്ക് 1 കൊടുക്കുക, ഈ രണ്ട് സ്ഥലത്തും. അപ്പോൾ ആൻസർ ഇങ്ങനെ സം ചെയ്തിട്ട് എഴുതുക. ഇതാണ് പരിപാടി. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് നോൺ ഹോമോജീനിയസ് സോൾവ് ചെയ്യാൻ പഠിക്കാം. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഹോമോജീനിയസ് സോൾവ് ചെയ്യുന്നല്ലേ, ഇനി കുറച്ച് നോൺ ഹോമോജീനിയസ് സോൾവ് ചെയ്യുന്ന പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്ന നോട്ട്സിലുള്ള സാധനം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. d² y/dx² plus 6 into dy/dx plus 5y equal to 2 e raised to x. അപ്പോൾ ഇതൊരു നോൺ ഹോമോജീനിയസ് ആണ്. ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ സൊല്യൂഷനാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് വിളിക്കും. പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സൊല്യൂഷനാണ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയും. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ സൊല്യൂഷൻ അഥവാ വൈസിക്കലും പറയുക. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കൂട്ടണം പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ ഇടത്തെ സൈഡ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇടത്തെ സൈഡ് d² y/dx² പ്ലസ് 6 into dy/dx പ്ലസ് 5y ഈക്വൽ ടു 0. ഇടത്തെ സൈഡ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് d² പ്ലസ് 6d പ്ലസ് 5 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇടത്തെ സൈഡ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കൂട്ടിയാൽ 6 ഗുണിച്ചാൽ 5 കിട്ടുന്ന നമ്പർ. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എടുക്കുക. d ഈസ് ഈക്വൽ ടു m കൊടുക്കുക. d ഈക്വൽ ടു m കൊടുത്താൽ എന്തൊരു m² പ്ലസ് 6m പ്ലസ് 5 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈ m പ്ലസ് 5 ഇൻറ്റു m പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് രണ്ട് 5 ഒന്നും കൂട്ടി 6 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 0 എന്ന് പറഞ്ഞാൽ m പ്ലസ് 5 ഈക്വൽ ടു 0 ഓർ m പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഈക്വൽ ടു -5, m ഈക്വൽ ടു -1, -5 -1. ഓക്കെ, അപ്പോൾ -1 -5 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ഇതാ. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C1 e raised to m1x പ്ലസ് C2 e raised to m2x. m1 ഇത് m2 ഇത് കൊടുത്താൽ മതി. ജസ്റ്റ് C1 e raised to -5x പ്ലസ് C2 e raised to -1x. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനുള്ള പരിപാടിയാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിനെ നമ്മൾ ഈ ഇടത്തെ സൈഡിൻ്റെ ഭാഗത്തിന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, d² പ്ലസ് 6d പ്ലസ് 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ, d² പ്ലസ് 6d പ്ലസ് 5 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 2 e raised to x. ഓക്കെ, 2 e raised to x. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മൾ ഈ സാധനത്തിന് താഴോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു e raised to x ബൈ d² പ്ലസ് 6d പ്ലസ് 5. ഓക്കെ, ഇനി നമ്മൾ ഈ സാധനത്തിൻ്റെ സ്വഭാവം പരിശോധിക്കുക. ഇത് e raised to ax എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിക്ക് എ എന്ന് കൊടുക്കില്ല. ഇവിടെ ഡികൾ ഉണ്ടല്ലോ, ഇത് ഡി ആണ്, ഇത് ഡി ആണ്. ഇവിടെ എ 3 എ സമം ഇവിടെ e raised to ax ൻ്റെ A3 1 ആണ്. ബേസിക്കൽ 1 ആണ് ഈ കേസിൽ. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ സാധനം ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്ര വരും, 2 e raised to x ബൈ ഡിക്ക് 1 കൊടുത്താൽ 1² പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 2 e raised to x ബൈ 6 5 11 12. ഇപ്പോൾ 2 12 വെട്ടിക്കഴിഞ്ഞാൽ e raised to x ബൈ 6 വരും. ദിസ് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇപ്പോൾ e raised to x ആണ്, ജസ്റ്റ് ഡിക്ക് എന്ത് കൊടുക്കലാണ്, എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. എന്താണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്താണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ? C1 e raised to -5x പ്ലസ് C2 e raised to -x പ്ലസ് e raised to x
ബൈ 6. ഇത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, അത് പർട്ടിക്കുലർ. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ. ഓക്കെ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇൻ്റർവലും. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആൻഡ് പർട്ടിക്കുലർ ഇൻ്റർവൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ മൈനസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ മൈനസ് 3d, ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു y is equal to e raised to x പ്ലസ് 4 e raised to 3x. അപ്പോൾ ഇതിൻ്റെ ഇടത്തെ സൈഡിൻ്റെ സ്ഥാനം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, വലത്തെ സൈഡിൻ്റെ സ്ഥാനം പർട്ടിക്കുലർ ഇൻ്റർവൽ. രണ്ടും കണ്ടുപിടിക്കണം. കോംപ്ലിമെൻ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിക്ക് എം കൊടുക്കുക. അപ്പോൾ എം സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഈക്വൽ ടു എം മൈനസ് 1 ഇൻറ്റു എം മൈനസ് 2. രണ്ട് റൂട്ട്സ് ഏതൊക്കെയാണ്? എം ഈക്വൽ ടു 1, എം ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ എഴുതും c1 e raised to x പ്ലസ് c2 e raised to 2x. രണ്ട് ഡിസ്റ്റിങ് റിയൽ റൂട്ട് ആയതുകൊണ്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇൻ്റർവൽ വേണം. പർട്ടിക്കുലർ ഇൻ്റർവൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പർട്ടിക്കുലർ ഇൻ്റർവൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാധനം ഇങ്ങനെയാണ് ഉള്ളത്, ഇതിനെ നമ്മൾ താഴോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യണം ഇതിൻ്റെ. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് താഴോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്ത് പർട്ടിക്കുലർ ഇൻ്റർവൽ ഈസ് ഈക്വൽ ടു e raised to x പ്ലസ് 4 e raised to 3x ബൈ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2. ഇവിടെ രണ്ട് കഷ്ണങ്ങളുണ്ട്. നമുക്ക് എന്തിനൊക്കെ കൊടുക്കണോ? ഒന്ന് e raised to x-ന് കൊടുക്കണം, ഇവിടെ e-നും കൊടുക്കണം. അപ്പോൾ രണ്ട് പീസാക്കി നമ്മൾ ഭാഗിക്കുക. അപ്പോൾ ആദ്യം e raised to x ബൈ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2. അടുത്ത പീസ് 4 ഇൻറ്റു e raised to 3x ബൈ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2. ഇവിടെ e raised to ax ഫോമാണ്. a 3 ആണ്, 1 ആണ്. ആ 1ന് ഇവിടെ കൊടുത്താൽ മതി. 1 മൈനസ് 3 പ്ലസ് 2. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് രണ്ട് കഷ്ണാക്കി, ഇപ്പോൾ രണ്ട് പീസല്ലേ, ഒരു പീസ് ഇത്, ഒരു പീസ് ഇത്. നമുക്ക് ആദ്യം ഈ പീസ് ചെയ്യുക, ഈ ഫസ്റ്റ് പീസ്. ഇതിന് ഫസ്റ്റ് പീസെന്നും ഇതിനെ സെക്കൻഡ് പീസെന്നും ഞാൻ പറയുന്നു. ഇത് ഫസ്റ്റ് പീസ് ആദ്യം ചെയ്യുക, പിന്നെ സെക്കൻഡ് പീസ് ചെയ്യുക കേട്ടോ. നമുക്ക് ആദ്യം ഫസ്റ്റ് പീസ് ചെയ്യാം. ഫസ്റ്റ് പീസ് എന്തെന്നാ? ഫസ്റ്റ് പീസ് e raised to x ബൈ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ആണ്. അപ്പോൾ e raised to ax-ൽ ഇവിടെ എൻ്റെ സ്ഥാനത്ത് 1 ആണുള്ളത്, സ്ഥാനത്ത് 1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്, ഈ 1-നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. 1-ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക 1 സ്ക്വയർ മൈനസ് 3 പ്ലസ് 2. ഇത് അടിവശം 0 വരും. അങ്ങനെ 0 വരുന്ന ഘട്ടത്തിൽ എന്താ പറഞ്ഞതെന്ന് ഞാൻ, 0 വരുമ്പോൾ ഈ സാധനത്തിന് ഈ മുകളിലത്തെ ഫംഗ്ഷൻ്റെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലത്തെ സാധനം എന്ത് ചെയ്യുക? ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് e raised to x, ഈ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ് കുറച്ച് ദൂരോട്ട് വെച്ചോളെ, e raised to x എന്ന് ഇവിടെ എഴുതുക, ഡിവൈഡ് ബൈ ഈ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തെ ഈ സാധനത്തിന് ഒരു ക്യാപിറ്റൽ ഡി കൊണ്ട് ഡി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാപിറ്റൽ ഡിഫറൻഷ്യേറ്റ് തരും. ഇവിടെ ഡി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2d, ഇതിൻ്റെ ഡെറിവേറ്റീവ് -3. ഇത് 0 ആയി പോകും. ഇങ്ങനെയായി. ഇനി പിന്നെയും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ e raised to ax അല്ലേ, a = 1 അല്ലേ, അവിടെ കൊടുത്തു വെക്കുക. കൊടുത്തു എന്ത് വരും? എക്സ് ദൂരോട്ട് വെക്കണേ. e raised to x ബൈ 2 × 1 - 3, 2 × 1 - 3. അപ്പോൾ ആൻസർ എന്തോന്ന്? എക്സ് e raised to x ബൈ 2 - 3 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു -x e raised to x. ഇതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടായ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 e raised to x ബൈ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 എന്ന് പറയുന്നതാണ്. ഇവിടെ e raised to a1 അല്ലേ, ആ 1 ഇവിടെ കൊടുക്കുക. 1 മൈനസ് 3 പ്ലസ് 2. പ്രശ്നം അടിവശം 0 വരുന്നത്. ആ ഘട്ടത്തിൽ എന്ത് ചെയ്യും? ഒരു എക്സ് കൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ് കുറച്ച് ദൂരോട്ട് വെക്കുക. എന്നിട്ട് ബാക്കി ഈ 4 ഇതിനെ കൂടെ ചേർത്ത് വെച്ചോളെ ദൂരോട്ട്. ബാക്കി സാധനം ഫംഗ്ഷൻ e raised to x എന്ന സാധനം എടുക്കുക. e raised to x ഡിവൈഡ് ബൈ ഇങ്ങനെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ ഒരു ക്യാപിറ്റൽ ഡി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2d - 3, 2d - 3. അപ്പോൾ നമ്മുടെ 1 ഇനി 1 കൊടുത്താൽ എന്ത് വരും? 4x e raised to x ബൈ ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 - 3, 2 - 3 -1. അപ്പോൾ ആൻസർ -4x e raised to x.
അപ്പോൾ നേരത്തെ ആൻസറും നേരത്തെ ഈ ആൻസറും കൂട്ടി എഴുതുക. ഈ ആൻസറും കൂട്ടി എഴുതി കഴിഞ്ഞാൽ എന്തായി? പർട്ടിക്കുലർ ഇൻ്റഗ്രലായി. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഇത് രണ്ടും കൂട്ടി എഴുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നേരത്തെ കണ്ടിട്ടില്ലേ? ഓക്കെ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ കൂട്ടി എഴുതണേ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇതാണ് ജനറൽ ഇൻ്റഗ്രൽ. y is equal to കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നേരത്തെ ഞാൻ കണ്ടുപിടിച്ചത് c1 e raised to x പ്ലസ് c2 e raised to x. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ രണ്ട് പീസായിട്ടുള്ളത്. ഒന്ന് മൈനസ് എക്സ് ഇ raised to x, അതിവിടെ എഴുതുക. മൈനസ് എക്സ് ഇ raised to x. പിന്നെ വേറൊരു കഷ്ണം കൂടിയുണ്ട്, മൈനസ് 4x ഇ raised to x. മൈനസ് 4x ഇ raised to x. അപ്പോൾ എല്ലാ സാധനമായി. ഇപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സൈനിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈന് വെച്ചിട്ടുള്ളത് ചെയ്യുക. സെയിം ആയിട്ട് ഒരേപോലെ തന്നെ ഞാൻ ചെയ്യുന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ d² പ്ലസ് 4 × y is equal to cos 3x. ഓക്കെ. d² പ്ലസ് 4 × y is equal to cos 3x. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ട ഇടത്തെ സൈഡ് 0 നിൽക്കിയിട്ട് ചെയ്തു. അപ്പോൾ പുട്ട് d = m കൊടുക്കുക. അപ്പോൾ m² പ്ലസ് 4 = 0. m² = -4. m is equal to plus or minus root -4. That's equal to plus or minus 2i. മൈനസ് അണ്ടർ റൂട്ട് i 4√2. അപ്പോൾ നമുക്ക് കിട്ടി പ്ലസ് ഓർ മൈനസ് 2i എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് 2i എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 0 പ്ലസ് ഓർ മൈനസ് 2i ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയിൽ ആൽഫ 0 ബീറ്റ 2. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? e raised to alpha of x into c1 cos beta x plus c2 sin beta x. ഇപ്പോൾ ആൽഫ 0 കൊടുത്താൽ e raised to 0x into c1, ഇത് ബീറ്റ 2 ആണ്. c1 cos 2x plus c2 sin 2x. e raised to 0 ഇത് 1 ആണ്. ഇപ്പോൾ c1 cos 2x plus c2 sin 2x. c1 cos 2x plus c2 sin 2x. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാം. നമ്മൾ ജസ്റ്റ് ഞാൻ ഇക്വേഷൻ പിന്നെ എഴുതുന്നത് d² plus y is equal to cos 3x അല്ല. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈ താഴോട്ടേക്ക് എടുക്കുക. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ is equal to cos 3x by d² plus 4. അപ്പോൾ നമ്മൾ cos ax എങ്ങനെയാണ് വരിക? ഇത് cos ax by എന്തെങ്കിലും ഫംഗ്ഷൻ ഓഫ് d ആണെങ്കിൽ നമ്മൾ d² സബ്സ്റ്റിറ്റ്യൂഷൻ. d² എന്താ കൊടുക്കുക? t². d² എന്ന് പറയുന്ന സ്ഥാനത്ത് മാത്രമേ ഡിക്കൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതേ, d² മാത്രം. d² പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ a 3 എൻ്റെ സ്ഥാനത്ത് 3 അല്ലല്ലോ. അപ്പോൾ d² പകരം -a². ദാറ്റ്സ് ഈക്വൽ നെഗറ്റീവ് a 3 3 -3² ദാറ്റ്സ് ഈക്വൽ -9. അപ്പോൾ d² പകരം നമ്മൾ -a², -9 കൊടുത്തു. അപ്പോൾ -9ഉം 5ഉം കൂട്ടി എത്ര വരും? -5. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ cos 3x by -5. cos 3x by -5. ദിസ് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കൂട്ടണം പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് എഴുതും. അപ്പോൾ അത് കഴിഞ്ഞ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കൂട്ടിച്ചേർത്തിട്ട് എഴുതിയാൽ മതി. ഇനി ഇതേപോലെ തന്നെ d² പ്ലസ് 25 × y is equal to sin 5x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി d ക്ക് m കൊടുക്കും. അപ്പോൾ എന്ത് വരും? m² പ്ലസ് 25 = 0. That is m² = -25. That's equal to m is equal to plus or minus root -25. That's equal to plus or minus 5i. That is 0 plus or minus 5i. That's alpha plus or minus I beta. Alpha 0 beta 5. അപ്പോൾ നമ്മൾ എഴുതും e raised to 0x into c1 cos 5x plus c2 sin 5x. ബീറ്റയ്ക്ക് വരും 5 അല്ല, ഇവിടെ 5 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായി. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മൾ ഈ സാധനത്തിന് താഴോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യാം. d² പ്ലസ് 25. ഓക്കെ. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു sin 5x by
ഡി സ്ക്വയർ പ്ലസ് 25. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സൈൻ എ എക്സ് ബൈ ആ ഫോമില ഉള്ളത്, ഫംഗ്ഷൻ ഓഫ് ഡി ഫോമില ഉള്ളത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയറിന് പകരം നെഗറ്റീവ് എ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എത്രയുള്ള 5 അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, നെഗറ്റീവ് 5 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഡി സ്ക്വയറിന് പകരം മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -25 പ്ലസ് 25, രണ്ടും കൂടി കൂട്ടി എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ അടിവശം 0 ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അടിവശം 0 വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 5x ബൈ എക്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ 5x ബൈ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അടിവശം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഒരു ക്യാപിറ്റൽ ഡി കൊണ്ട് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2d വരും, ഇവിടെ 0 ആയിപ്പോൾ 2d. ഇനി 2നെ കുറച്ചും കൂടി ദൂരോട്ട് വെക്കുക, ഈ എക്സിനെ കുറച്ച് ദൂരോട്ട് വെക്കണം, ഈ രണ്ടിനെയും ഇങ്ങോട്ട് എടുത്തു. ഇനി ഇപ്പോൾ 1/d ഓഫ് സൈൻ 5x. ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവാണ്. 1/d എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻ്റഗ്രൽ. ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ ഓപ്പോസിറ്റ് എന്താണ്, ഇൻ്റഗ്രൽ. അപ്പോൾ 1/d ഓഫ് സൈൻ 5x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ 5x എന്നർത്ഥം. അപ്പോൾ x/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ 5x അറിയാം, ഇതിൻ്റെ സൈൻ വരുന്ന മൈനസ് കോസ് 5x ഡിവൈഡ് ബൈ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഡിവൈഡ് ബൈ ഈ 5xൻ്റെ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ്. 5xൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതിയാൽ മതി, 5xൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്, താഴെ 5 കൂടെ എഴുതിയാൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ -x cos 5x by 10. ദിസ് ഈസ് ദ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുക, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കൂടി സമ്മേറ്റ് എഴുതുക, അതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കളെ, വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഡി സ്ക്വയർ മൈനസ് 2d മൈനസ് 8 ഇൻറ്റു വൈ ഈക്വൽ ടു 4 ഇൻറ്റു കോസ് 2x പ്ലസ് ഇ റേസ് ടു 4x. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത സൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ m² മൈനസ് 2m മൈനസ് 8 ഈക്വൽ 0. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മൈനസ് പി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് 4ac ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c 1 ഇൻറ്റു മൈനസ് 8 ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 4 32 4 36 36 ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് റൂട്ട് 36 എന്ന് 6 2. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് 3 1 പ്ലസ് 3 4 വരും, -2 വരും, 4 വരും, -2 1 3 കൂട്ടി 4 1 -3 കൂട്ടി ആൻസർ 2. അപ്പോൾ 4 -2 ആണ് ഇതിൻ്റെ റൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ c1 e റേസ് ടു 4x പ്ലസ് c2 e റേസ് ടു -2x. ഇതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണണ്ടേ. അപ്പോൾ നമ്മളിതിന് ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച്, ഇനി വലത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. ഈ സാധനത്തിൽ നമുക്ക് താത്തി എഴുതണം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, ഒരു ഭാഗം ഒന്ന് ഇത്. അപ്പോൾ ഈ 4 cos 2xൻ്റെ അടിയിൽ ഈ സാധനം ഇട്ട് കൊടുക്കണം, e റേസ് ടു 4xൻ്റെ അടിയിലും ആ സാധനത്തിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളെ. അപ്പോൾ നമ്മൾ സാധനം ഒന്ന് എഴുതുക. ഇവിടെ ഡി സ്ക്വയർ മൈനസ് 2d മൈനസ് 8 y ഈസ് ഈക്വൽ ടു 4 cos 2x പ്ലസ് ഇ റേസ് ടു 4x. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നത്, പിന്നെ രണ്ടിൻ്റെ അടിയിലിടണം ഈ സാധനം. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 4 cos 2x ബൈ ഡി സ്ക്വയർ മൈനസ് 2d മൈനസ് 8 പ്ലസ് ഇ റേസ് ടു 4x. ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കണ്ട, ഡി സ്ക്വയർ മൈനസ് 2d മൈനസ് 8. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇതിന് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 നിങ്ങൾ ഈ നോട്ടിൽ എഴുതിയാൽ ഇതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 2 എന്ന് എഴുതുക. പർട്ടിക്കുലർ 1 കണ്ടുപിടിക്കുക എങ്ങനെയാണ്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 ഈസ് ഈക്വൽ ടു 4 cos 2x ബൈ ഡി സ്ക്വയർ മൈനസ് 2d മൈനസ് 8. അപ്പോൾ കോസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കോസ് എക്സ് ബൈ ഒരു ഫംഗ്ഷൻ ഓഫ് എ ടൈപ്പ് ആണെങ്കിൽ ഡി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയറിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിക്കില്ലേ, എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡി സ്ക്വയർ. ഇവിടെ ഡി സ്ക്വയർ നമുക്ക് മാറ്റിയിട്ട് മൈനസ് എ സ്ക്വയർ എന്നാക്കാം. എന്താണ് a 3 2. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
2 സ്ക്വയർ വെച്ചിട്ട് -4. ഇപ്പോൾ ഡി സ്ക്വയർ മാത്രം കൊടുക്കുക. -4 -2d -8. ഈ ഡിക്കൊന്നും കൊടുക്കരുത് കേട്ടോ. ഡിക്ക് കോസ് വന്നു കഴിഞ്ഞാൽ ഡിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ -4ഉം -8ഉം കൂട്ടി എത്ര വരും? -4 -8 കൂട്ടിയാൽ -12 -2d. ഇവിടെ നമുക്ക് 2 എടുത്ത് 2 പുറത്ത് -2 പുറത്തെടുക്കുക. അപ്പോൾ 6 + d എന്ന് കിട്ടും. 6 + d നമുക്ക് എങ്ങനെ എഴുതാം? -2 × d + 6 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു എഴുതി വന്നില്ലേ? അപ്പോൾ നമ്മുടെ 4 cos 2x എന്ത് വന്ന് 4 cos 2x -2 × d + 6 എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തി. ഈ -2ഉം 4ഉം വെട്ട ഒരു -2 ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ വരികയാണ്. ഇവിടെ -2 മുകളിലുണ്ട്. -2 × cos 2x d + 6 ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലുള്ള ഇനി എന്ത് ചെയ്യുന്നറിയുക? നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ cos ax ഫംഗ്ഷൻ ഓഫ് d ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് ഉള്ളതുകൊണ്ട് d സ്ക്വയറിന് മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവിടെ താഴെ കുത്തിരിക്കുന്ന ആരാ? d ആണ്. ഇപ്പോൾ താഴെ ഇരിക്കുന്ന d ആണ്. അപ്പോൾ നമുക്ക് വെറും d ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ d+ എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ളത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയുക? ഇതിൻ്റെ കോൺജുഗേറ്റ് d + 6ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്ന സാധനം ഡീനെ ഈ പ്ലസ് എന്ന് ചിഹ്നം മാറ്റി മൈനസ് മുകളിലും താഴെ മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോൾ d - 6 ഇവിടെ ഇട്ട് കൊടുക്കുക, താഴെ ഇട്ട് കൊടുക്കുക. ഒരു d - 6നാണ് മുകളിൽ ഇതിൻ്റെ ചിഹ്നം മാറ്റുക. പ്ലസ് ചിഹ്നം മാറ്റി ഒരു സാധനം കിട്ടൂല. d - 6 മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിൽ സാധനം ഇങ്ങനെയാവും. -2 കുറച്ച് ദൂരോട്ട് വെക്കുക. d - 6 × cos 2x. അടിയിൽ ഇത് a - b × a + b ഫോം അല്ലേ? ഇത് a - b, ഇത് a + b ആണ്. a² - b² അല്ലേ വരിക? അപ്പോൾ d² - 36 വരും. d² - 36. അന്നേരം കണ്ട ഇവിടെ d² പ്രത്യക്ഷപ്പെട്ടണ്ട. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ d² - a². ഇവിടെ a എത്രയാ? a 2 അല്ലേ? അപ്പോൾ d² -2² അഥവാ -4. d² -4 കൊടുക്കുക. -4 കൊടുത്ത് -36. അപ്പോൾ അടിവശം ഒരു -40 മാറി. -2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ -2 അടിയിലുള്ള -40. ഇനി വേറെ സാധനം കൊണ്ടിട്ട് d - 6 ഒരു മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്. d - 6 നമ്മൾ അപ്ലൈ ചെയ്യണം ഈ cos 2x-ന്. എങ്ങനെ അപ്ലൈ ചെയ്യുക? d - 6ന് cos 2x അപ്ലൈ ചെയ്യുന്നുള്ള d of cos 2x എത്ര വരും? ഡെറിവേറ്റീവ് ഓഫ് cos 2x നടത്താം. ഡെറിവേറ്റീവ് ഓഫ് cos 2x. ഡെറിവേറ്റീവ് ഓഫ് cos 2x. പിന്നെ -6 × cos 2x. -6 × cos 2x. cos ആണ്. -6 × cos. അപ്പോൾ ഇത് മൈനസും പോയി 1/20 വരും. ഡെറിവേറ്റീവ് ഓഫ് cos 2x എത്രയാ? sin 2x × 2 -sin 2x ആണ്. ഇതിൻ്റെ 6 ഇതിവിടെ -6 cos 2x വരും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഓക്കെ. അപ്പോൾ ഒരു സെക്ഷൻ ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു സാധനം കൂടിയുണ്ട്. ഒരു സെക്കൻഡ് ഇൻ്റഗ്രലും കൂടിയുണ്ട്. സെക്കൻഡ് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി e⁴x d² - 2d - 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ e⁴x വരുന്ന സമയത്ത് f ഓഫ് ഫംഗ്ഷൻ ഓഫ് d ആണ്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് d = a ആണ്. ഇവിടെ a എത്രയാ? 4 അല്ലേ? അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്ന ആ a എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ. d = a കൊടുക്കുക. അപ്പോൾ 4² - 2 × 4 -8 16 -8 16 0 വരും. അടിവശം 0 വരും കൊടുത്തു കഴിഞ്ഞാൽ. അന്നേരം എന്ത് ചെയ്യണം? ഇവിടെ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ദൂരോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. e⁴x ഇങ്ങനെ നമ്മൾ ഒരു x കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ ഒരു ക്യാപിറ്റൽ D കൊണ്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ 2d - 2 വരും. 2d - 2 വരും. ഇത് 2d ആവും, ഇത് -2 ആവും. ഇനി നമ്മൾ d = 4 കൂടെ കൊടുത്ത് നോക്കും. ഇപ്പോൾ 2 × 4 -2 8 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇപ്പം കുഴപ്പമില്ല. അപ്പോൾ 6 കിട്ടിയ അടിയിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ x × e⁴x 6. ദിസ് ഈസ് ദി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ സെക്കൻഡ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മളെ ആൻസർ കംപ്ലീറ്റ് ആയി. എല്ലാവരെയും കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കണം നിങ്ങൾ. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സൈൻ 3x. ഓക്കെ, ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സൈൻ 3x. അപ്പോൾ ഇത് നമ്മൾ ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. എം മൈനസ് 1 ഇൻറ്റു എം മൈനസ് 1 ഈക്വൽ ടു 2, എം മൈനസ് 2 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് 2 കൂട്ടിയാൽ മൈനസ്. അപ്പോൾ എം ഈക്വൽ ടു 1 2 c1 e റേസ് ടു c2 e റേസ് ടു x. ഇതാണ് ഇതിൻ്റെ റൂട്ട്സ്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് താഴെ ചെയ്യാം. സൈൻ 3x ബൈ ഇതെന്താ ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇങ്ങനെ എഴുതിയില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സൈൻ എ എക്സ് ആയതുകൊണ്ട് സൈൻ എ എക്സ് ബൈ ഫങ്ഷൻ ഓഫ് ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് എ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് 3d പ്ലസ് 2 മൈനസ് 9ഉം പ്ലസ് 2 ആഡ് ചെയ്ത മൈനസ് 7 അപ്പോൾ സൈൻ 3x ബൈ മൈനസ് 9ഉം പ്ലസ് 2 മൈനസ് 7 മൈനസ് 3d ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് നെഗറ്റീവ് പുറത്തെടുത്തല്ലേ, നെഗറ്റീവ് എടുത്താൽ നെഗറ്റീവ് സൈൻ 3x ബൈ 7 പ്ലസ് 3d. ഒരു കാര്യം ചെയ്യാം, 7 പ്ലസ് 3d ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ മൈനസ് സൈൻ എക്സ് ബൈ പിന്നെ 3d പ്ലസ് 7 ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ നോക്കണേ, ശ്രദ്ധിക്കണേ, നമ്മൾ ആടെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ആടെ എത്തി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ, ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതുന്നുണ്ട് ഒരു ചെറിയ കംഫർട്ടിന് വേണ്ടി. മൈനസ് സൈൻ എക്സ് ബൈ ഇങ്ങനെയാണ് ഉള്ളത് 3d പ്ലസ് 7. ഇനി ഞാൻ എന്താ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇത് നമ്മൾ സൈൻ എ എക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫങ്ഷൻ ഓഫ് ഡി ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഡി സ്ക്വയറിന് മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. എന്ത് ചെയ്യണം, ഇവിടെ ഡി സ്ക്വയർ ഇല്ലാതെ കാണാൻ ഡി അല്ലേ ഉള്ളൂ. ഇതിൻ്റെ കോൺജുഗേറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്ന സാധനം 3d മൈനസ് 7 എഴുതി പ്ലസ് മാറ്റി ഇവിടെ ഇടുക. ഇവിടെ മാത്രം ഇട്ടാൽ പോരാ, ഇടാടുമ്പോൾ മുകളിൽ ഇട്ട് വെക്കണം. എന്നാലാണ് ഇക്വേഷൻ ഈ മൈനസിനെ ഇപ്പുറത്തിടുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ചിഹ്നം മാറ്റി മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നാലും ചിഹ്നം വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ടൈപ്പായി എന്ന് പറഞ്ഞാൽ എന്താ എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറാണ്. അതെന്ന് പറഞ്ഞാൽ ഇതൊരു 3d സ്ക്വയർ മൈനസ് 3d സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 9d സ്ക്വയർ മൈനസ് 49. ഇപ്പം നമുക്ക് സൈനിൻ്റെ വില കൊടുക്കുക. എക്സിൻ്റെ വില എത്രയാണ് 1 അല്ലേ, അല്ല എൻ്റെ വില 1 അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് എ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ മൈനസ് 1 കൊടുത്താൽ എന്ത് വരും, മൈനസ് 1 കൊടുത്താൽ 9 ഇൻറ്റു മൈനസ് 1 മൈനസ് 49 മൈനസ് 9 മൈനസ് 49 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 58. അടിവശം മൈനസ് 58 വന്നു. ഓൾറെഡി മൈനസ് നേരെ മുകളിലുണ്ട്. ഇനി ഇവിടെ മുകളിലൊരു സാധനം ബാക്കിയുണ്ട് 3d മൈനസ് 7 സൈൻ എക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫൈനൽ ആൻസർ ഒന്ന് ജസ്റ്റ് എഴുതാൻ മതി. നെഗറ്റീവ് ഉണ്ട്, ഒരു 3d മൈനസ് 7 മുകളിലുണ്ട്, പിന്നെ അടിയിലൊരു മൈനസ് 58 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, എന്താണ് സൈൻ എക്സ്. സൈൻ എക്സ് ഇവിടെ ഒരു ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടുള്ളത്. ഈ നെഗറ്റീവും കൂടെ എന്തോ അങ്ങ് കെട്ടിപ്പോവും. അടിയിൽ 1/58 ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് 7 സൈൻ എക്സ് ഇങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഉഷാറാക്കി എഴുതാം. അങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതുക. പിന്നെ നമുക്ക് എഴുതാം 1/58 ഇൻറ്റു 3d സൈൻ എക്സ് മൈനസ് 7 സൈൻ എക്സ്. 3 ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് എത്രയാണ്, 1/58 ഇൻറ്റു 3 ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് മൈനസ് 7 സൈൻ എക്സ് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൽ തന്നിരിക്കുന്നത് ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സൈൻ 2x.
sin 2x plus e raised to 3x ഇങ്ങനെയാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ d² + 1 = 0. അതാ ഡിക്ക് എം കൊടുത്താൽ m² + 1 = 0. m² = -1. m is equal to plus or minus root -1. That's equal to plus or minus I. That's equal to 0 plus or minus I. എന്താണ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയിൽ ആൽഫ 0 ബീറ്റ is equal to 1. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്ന് അറിയാലോ, e raised to alpha of x into c1 cos beta x plus c2 sin beta x. ആൽഫ 0 കൊടുക്കുക, e raised to 0x into c1 cos x plus c2 sin x. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായി. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ ഇവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഉണ്ടാവും. ഈ സാധനത്തിനെ പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക, ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം വെറുതെ. നോക്കിക്കോളെ, ഫസ്റ്റ് പർട്ടിക്കുലർ sin 2x ബൈ d² + 1 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ sin ax ബൈ ഫംഗ്ഷൻ ഓഫ് ഡി ആണ്. നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് d² -a². ഇവിടെ ഒരു -a² ഉണ്ട്. അപ്പോൾ -2² + 1 ദാറ്റ്സ് ഈക്വൽ ടു -4 + 1 -3. പ്രശ്നമൊന്നുമില്ല, ആൻസറായി. sin 2x ബൈ -3. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇനി അടുത്ത e raised to 3x ബൈ d² + 1. അടുത്ത പർട്ടിക്കുലർ ഡിക്ക് വരെ എ എന്നാണ് കൊടുക്കണം. ഡിക്ക് വരെ a 3 ആണ്, a = 3 അല്ലേ. അപ്പോൾ ഡിക്ക് വരെ a കൊടുത്താൽ 3² + 1 ദാറ്റ്സ് ഈക്വൽ 9 + 1 ദാറ്റ്സ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് കിട്ടി e raised to 3x ബൈ 10. ദിസ് ഈസ് അനദർ. അതിന് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത വേറെ ക്വസ്റ്റ്യൻ നോക്കളെ. വേറെ ക്വസ്റ്റ്യൻ d² + 5d + r into y is equal to cos x. ഓക്കെ, അപ്പോൾ ഡിക്ക് m കൊടുത്താൽ m² + 5m + 6 = 0. ദാറ്റ് ഈസ് m + 2 into m + 3 = 0. ദാറ്റ്സ് m + 2 = 0, m + 3 = 0. ദാറ്റ്സ് m = -2, m = -3. അപ്പോൾ റൂട്ട് c1 e raised to -2x plus c2 e raised to ഇതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ഈ സാധനത്തിന് നമ്മൾ താഴോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു cos x ബൈ d² + 5d + 6 എന്നിട്ട്. അപ്പോൾ നമ്മൾ കോസ് വന്നു കഴിഞ്ഞാൽ അത് d² നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ -a². ഇത് മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -1 പ്ലസ് 5d + 6. അപ്പോൾ -1 5 കൂട്ടിയാൽ 5 + 5d. 5 രണ്ടും പുറത്തെടുത്താൽ 5 × 1 + d. അപ്പോൾ നമ്മൾ നിലവിൽ cos x ബൈ 5 × 1 + d എന്നാണുള്ളത്. ഇതിനെ ഞങ്ങൾക്ക് d പ്ലസ് എന്ന് എഴുതിക്കൂടെ. അപ്പോൾ cos x ബൈ 5 ഞാൻ ഇതിനെ d + 1 എന്ന് എൻ്റെ ഒരു കൺവീനിയൻറ്റിന് മാത്രമേ എഴുതി. ഓക്കെ, എനിക്കൊരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കംഫേർട്ടിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കംഫേർട്ടിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതി. ഓക്കെ, ഒരു കംഫർട്ട് വേണ്ടി എഴുതിയപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് cos x ബൈ 5 × d + 1 ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് cos x ഒക്കെ വന്ന് ഫംഗ്ഷൻ ഓഫ് d വന്നാൽ d² = ഇതാണ് d² സബ്സ്റ്റിറ്റ്യൂഷൻ. d² ഇല്ലല്ലോ, ആ d² ഉണ്ടാക്കണം. എന്ത് ചെയ്യുക? ഒരു d - 1 മുകളിലും താഴെയും കൊടുക്കുക പണി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ സാധനം 1/5 ഇൻറ്റു മുകളിൽ d - 1 × cos x, അടിയിൽ d - 1 × d + 1 എന്ത് വരും? x - y ഇൻറ്റു x + y ടൈപ്പ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു s² - y² അല്ലേ. അതിൽ ഇത് d² - 1. അപ്പോൾ എന്ത് വരും? d² ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d² a 3 1 അല്ലേ, ഈക്വൽ ടു 1 ആണ്. d² -1 -1. അപ്പോൾ -2 വരും.
അപ്പോൾ 1/5 ഇൻറ്റു -2 മുകളിൽ d-1 കോസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതിനെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അടിയിൽ -10 വരും. അപ്പോൾ -1/10 എഴുതുക. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ -sin x. -1 കോസ് എക്സ് മൈനസ് കോസ് എക്സ്. ദിസ് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അതുകൊണ്ട് കഴിഞ്ഞു കംപ്ലീറ്റഡ്. നമുക്ക് അടുത്ത കുറച്ച് വരുന്നത് കുറച്ച് ഫങ്ഷൻ നമ്മളെ എക്സിൻ്റെ പവർ വരുന്ന ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ 55 മിനിറ്റായി. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി എക്സസൈസും കൂടി ചെയ്തു തരാം. നെക്സ്റ്റ് 1 മണിക്കൂറിൻ്റെ വീഡിയോയിൽ ബാക്കി എക്സസൈസ് ഫുള്ളായിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയേ. എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരാൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടൊക്കെ ചോദിച്ചോളൂ, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.